ഇതിലൊക്കെ പുറമെ ഹറാമാണ് മറച്ചു വെക്കലും, ഇത് പുറത്ത് പറയാതിരിക്കലും ഹറാമാണ്. അപ്പൊ ഓലൊക്കെ മുണ്ടാതിരിക്കലേക്കാരൻ കാട്ടിലേക്കാരൻ പറഞ്ഞ ആൾക്കാർ ശ്രദ്ധിക്കുക. അത് തെറ്റായതാണ്, എവിടുന്ന് കയറുന്നതെന്ന് അറിയില്ല. എല്ലെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയാണേ, ഒരു സത്യ ഒരാൾക്ക് അറിഞ്ഞാൽ അത് മറച്ചേക്കാൻ പറ്റുമോ? അത് എത്തിച്ചു കൊടുക്കണ്ടേ? അല്ലെങ്കിൽ ഉമ്മത്ത് പോയി നരകത്ത് ശേഖരില്ലാതെ നരകത്ത് പോകുമ്പോ ഒരു ശേഖരം ഇങ്ങനത്തെ അധികാരം കിട്ടിയ ആള് പൂത്തിച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ ആള് എന്ത് ഉത്തരവാദിത്വം നിർവഹിച്ച ആൾക്ക് ഉത്തരവാദിത്തമില്ലേ? ഈ ഉമ്മത്തിന് അള്ളാഹുലേക്ക് അടുപ്പിക്കലല്ലേ ആളെ ഉത്തരവാദിത്തം? ആ ഉത്തരവാദിത്വം നിർവഹിക്കാതെ അദ്ദേഹം മൂടിച്ചിട്ട് അദ്ദേഹം വലിയായിരുന്നിട്ട് നമുക്ക് എന്ത് ഉപകാരമുള്ളത്? അപ്പൊ നമ്മളെ പണ്ഡിതന്മാരെ മനസ്സിലാക്കാതെ ഇങ്ങനത്തെ എന്തെങ്കിലും മൂടിക്കാൻ പാടില്ല, പരസ്യമായി പറയണം. നിങ്ങൾ പരസ്യമായി എനിക്ക് ഷേഖിൻ്റെതാണ്, എന്റെ ത്വരീഖത്തിൻ്റെതാണ്, ഇത് പിടിക്കണം എന്ന് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ഹറാമാണ്. അങ്ങനെ ഹറാമായ ഒരു പണ്ഡിതനെ ഞങ്ങളെ മുമ്പിൽ നിൽക്കാൻ പാടില്ല, ഞങ്ങൾക്ക് ആവശ്യമില്ല. അതല്ല നിങ്ങൾ പറയുന്നത് കിട്ടായിട്ട് നിങ്ങൾക്ക് ഇല്ലായിട്ടാണെങ്കിലോ ഞങ്ങൾക്ക് വളരെ പേടിയാണ് ഞങ്ങളെ കാര്യം, ഞങ്ങൾ എവിടേക്ക് പോകുമില്ലേ? അപ്പൊ സാധാരണക്കാരെ ആൾക്കാർ മനസ്സിലാക്കുക, ഇത് മൂടി വെക്കുകയാണെങ്കിൽ നമ്മളെ പണ്ഡിതന്മാര് ഹറാമ് ചെയ്യുന്നവരാണ്. ഈ ഹറാമ് ചെയ്യുന്നവരെ പിൻപറ്റിയിട്ട് നമുക്ക് എന്ത് കാര്യം? അതല്ല, ഇത് പറയാത്തത് അവർക്ക് ഇല്ലാത്തതാണെങ്കിലോ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ, എവിടേക്ക് പോകാനാ? അപ്പൊ പണ്ഡിതന്മാർ ശ്രദ്ധിക്കുക, കിട്ടിയൊരു മൂടിയൊക്കെ ഉണ്ട്. ഒരുപാട് ആൾക്കാർ കിട്ടി മൂടിച്ചു പോയിട്ടുണ്ട്. കാരണം പറഞ്ഞ ജോലി പോവോ അല്ലെങ്കിൽ മഹല്ല് വിലങ്ങോ എന്നൊക്കെ പേടിച്ചിട്ടാണ് സംഭവം. പാടില്ല, ഹറാമാണ്, ഹറാമാണ്. പരസ്യമാക്കിന്റെ ശേഖരതാണ് പിടിച്ചോളി. പള്ളിക്കത്തെ കാലിൽ ആദ്യമായി പ്രസംഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക, എന്നെ ആളെ മുരിയതാണ്, ഞാൻ എങ്ങനെയാണ് ഫോളോ ചെയ്ത് പോണത് കേട്ടോ എന്ന് പറയാനുള്ള ചങ്കുറ്റം എന്തുകൊണ്ടില്ല. ഒന്നുകിൽ ശേഖില്ല, എന്നാ അവന്റെ ശേഖ ശൈത്താനാണ്. അപ്പൊ എന്തിനാ ശൈത്താൻ ഇമാമത്തിന്? അതല്ല, ഇയാൾ പേടിച്ചിട്ട് മഹല്ല പേടിച്ച് മൂടിയേക്കാണ്. പിന്നെ എന്ത് കാര്യമുള്ളത്? ഈ ദീന് മൂടിയേക്കുന്ന ആൾക്കാരെ നമ്മൾ മുമ്പിൽ നിർത്താൻ പാടില്ല. അപ്പൊ ശേഖനെ കിട്ടിയവരൊക്കെ ഇത് പ്രവർത്തിക്കണം, എല്ലാവരും ഇത് ദയവത്ത് ചെയ്യണം, ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം, ശ്രദ്ധിക്കണം. കള്ളന്മാരാവരുതെന്ന് മാത്രം. ഇതൊരു ശരീരത്തില്ലാത്തവർ കള്ളന്മാരാണ്. ജിന്നെ സഹവർത്തിയിട്ടൊക്കെ ഞാൻ ശേഖാന്ന് അത്ഭുതം കാട്ടിയിരിക്കുന്ന ആൾക്കാർ അതല്ല വേണ്ടത്. ഹബീബ റസൂലുള്ളാഹി വരെ സിൽസില മുട്ടുന്ന, പ്രശുദ്ധമായ തൗഹീദ് പകർന്നു കൊടുക്കുന്ന, തന്റെ ശേഖിൽ നിന്ന് ഖിലാഫത്ത് കിട്ടിയ, ശരീഅത്തോടുകൂടി ലാഹിറും ബാത്തിനും ഇത്തിബായോടുകൂടി ജീവിക്കുന്ന ആൾക്കാരെ പിടിക്കണം. ലാഹിർ ബാത്തിനുണ്ട്, ലാഹിറില്ല, ഒരു കാര്യമില്ല. അവരെ പിന്തുടർന്നാൽ നമ്മൾ ശൈത്താന്മാരാവും. അത് നമ്മൾ അത് വർഷം കാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.